നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ പണിക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ് എന്നാണ് ഉത്തരം. ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് രേഖപ്പെടുത്താൻ പോയ തൊഴിലാളികൾ ഭൂരിഭാഗവും തിരിച്ചെത്താത്തതാണ് ഇതിനു കാരണമെന്നാണ് പറയുന്നത്. ഇതിനുള്ള കാരണം പുതിയ സർക്കാരിന്റെ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ നയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്ര കാലവും നമ്മുടെ രാജ്യത്ത് താമസിച്ചിരുന്ന ബംഗാളികൾ എന്ന് കരുതിയിരുന്നവർ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നില്ലേ? അല്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇവിടെ ഗൗരവതരമായ രണ്ട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അനധികൃതമായി ഒരു രാജ്യത്ത് ഇത്തരം കുടിയേറ്റക്കാർ തങ്ങുന്നത് ആ നാടിന് ആപത്തല്ലേ? നാടിന് ആപത്താണെന്ന് കരുതിയിട്ടും അത്തരക്കാർക്ക് ഇവിടെ ഒത്താശ ചെയ്തവർ ആരായിരുന്നു? എന്തിനായിരുന്നു അവരത് ചെയ്തത്? അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികൾ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള നടപടിക്ക് തുല്യമാണെന്നാണ് വ്യക്തമാകുന്നത്. ഈ വിഷയമാണ് വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി ബംഗ്ലാദേശുമായാണ് പങ്കുവയ്ക്കുന്നത്. 4096 കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വർഷങ്ങളായി നിശബ്ദമായൊരു ഭീഷണി ഇന്ത്യ നേരിടുന്നുണ്ട്. അതായിരുന്നു ബംഗ്ലാദേശികളുടെ ഇന്ത്യയിലേക്കുള്ള അനധികൃതമായ കടന്നുകയറ്റം. അനധികൃത കുടിയേറ്റം നിർബാധം തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ മാത്രം ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഇന്ത്യ വിഭജനത്തിനു ശേഷമുണ്ടായ കിഴക്കൻ പാകിസ്ഥാനിലെ സംഘർഷങ്ങളാണ് ഇന്ത്യ മുൻകൈയെടുത്തുകൊണ്ട് രൂപീകരിച്ച ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ പിറവിയുടെ ആധാരം. 4000-ലധികം കിലോമീറ്റർ രാജ്യാന്തര അതിർത്തി അങ്ങനെയാണ് ബംഗ്ലാദേശുമായി ഇന്ത്യക്കുണ്ടായത്. എന്നാൽ പല കാരണങ്ങളാലും ആ അതിർത്തി കൃത്യമായി സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. ഇതിന് കാരണം രാഷ്ട്രീയ ലാഭങ്ങൾ മാത്രമായിരുന്നു എന്ന് അക്കാര്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ബൃഹത്തായ അതിർത്തി സംരക്ഷണം BSFന് വലിയ തലവേദനയായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നദികളും വയലുകളും ചെറു ഗ്രാമങ്ങളും അടങ്ങുന്ന അതിർത്തി തുറന്നു കിടക്കുന്നത് തന്നെയായിരുന്നു പ്രധാന കാരണം. ഭരണാധികാരികൾ അതിർത്തി സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചതുമില്ല. ഇതിന്റെ ഫലമായാണ് അനധികൃതമായി ബംഗ്ലാദേശ് പൗരന്മാർ ഇന്ത്യയിലേക്ക് ഒഴുകാനുണ്ടായത്. ആ രാജ്യത്തെ സാഹചര്യങ്ങളും രാഷ്ട്രീയമോ മതപരമോ ആയ ഭയങ്ങളും കടുത്ത ദാരിദ്ര്യവുമെല്ലാം കാരണങ്ങളിൽ പെടുന്നതാണെന്ന് മാനുഷിക പരിഗണന നൽകിയാൽ മനസ്സിലാക്കാമെങ്കിലും അനധികൃതമായ കുടിയേറ്റം ഒരു രാജ്യത്തിന് നൽകുന്നത് അശാന്തിയുടെ, അസഹിഷ്ണുതയുടെ, അസംതൃപ്തിയുടെ സാമൂഹ്യ സാഹചര്യങ്ങളാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളായ പ്രത്യേകിച്ച് ബംഗാൾ, അസം, ത്രിപുര എന്നിവയുടെ അതിർത്തികളിലൂടെയായിരുന്നു അനധികൃത കുടിയേറ്റം നിർബാധം തുടർന്നത്. ഇവിടങ്ങളിലെ സംസ്ഥാന ഭരണ സംവിധാനങ്ങൾക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാനും കഴിയില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ബംഗാൾ ഭരിച്ച CPIM, തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ അലംഭാവം ഇവിടെ കുറ്റകരമായ അനാസ്ഥയായി മനസ്സിലാക്കാം. ഇവരുടെ മൗനാനുവാദം ഈ അനധികൃത കുടിയേറ്റത്തിന് വഴിവെട്ടുന്നതായിരുന്നു. ഇപ്പോൾ പുതിയ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ ആരംഭിച്ചത്. അതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവരുടെ തിരിച്ചുപോക്ക്. തിരിച്ചുപോകുന്നവർ തങ്ങൾക്ക് ഇവിടെ തുടരാൻ ആധാർ കാർഡുകൾ ഉൾപ്പെടെ അനുവദിച്ചു നൽകിയത് ആരായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മമതാ ബാനർജി ഇവിടെ ഒരു രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. അതിർത്തിയിൽ BSFന്റെ വേലി നിർമ്മിക്കുന്ന പദ്ധതിയെ രാഷ്ട്രീയപരമായി ചെറുത്ത മമത ബംഗാളി സംസാരിക്കുന്ന ബംഗ്ലാദേശികളെ ഇന്ത്യയിലുടനീളം നിരങ്ങാൻ അനുവദിക്കുകയായിരുന്നു. മമത SIRനെ നഖശികാന്തം എതിർത്തത് എന്തുകൊണ്ടായിരുന്നുവെന്ന് കൂട്ടി വായിച്ചാൽ വ്യക്തമാകും. യഥാർത്ഥ രേഖകളില്ലാതെ ഇന്ത്യയിൽ തുടർന്നവർക്ക് ഇപ്പോൾ നാടുവിടേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. നിലവിൽ BSF അതിർത്തിയിൽ ശക്തമായ വേലികൾ സ്ഥാപിക്കുന്നുണ്ട്. അത് പൂർത്തിയാകും മുൻപ് രാജ്യാതിർത്തി വിട്ടില്ലെങ്കിൽ തടങ്കൽ പാളയങ്ങൾ തങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കേരളത്തിലെ അടക്കം തമ്പടിച്ചിരുന്ന അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോൾ അപ്രത്യക്ഷരായിരിക്കുന്നത്. ഇവർക്കായി കേരളത്തിലും തടങ്കൽ പാളയങ്ങൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സിസ്റ്റം ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ദേശീയ സുരക്ഷ ശക്തമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിർത്തിയിൽ വേലി കെട്ടുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നതോടെ അനധികൃത കുടിയേറ്റക്കാരുടെ പലായനം വലിയ തോതിലാണ് നടക്കുന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായാണ്. NRC ഇന്ത്യ പോലൊരു രാജ്യത്തിന് വളരെ അത്യാവശ്യവുമാണ്. അസമിൽ NRC നടപ്പാക്കിയതോടെ ആ സംസ്ഥാനം അനധികൃത കുടിയേറ്റക്കാരുടെ അഴിഞ്ഞാട്ടത്തിൽ നിന്നും മുക്തമായി. NRC ഇന്ത്യയിൽ നടപ്പാക്കിയ ഏക സംസ്ഥാനവും അസം തന്നെയാണ്. NRC എന്ന് ആരംഭിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ അനധികൃത കുടിയേറ്റത്തിന് അവസാനമൊരുക്കാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനും നമ്മുടെ പൗരന്മാർക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉറപ്പുവരുത്താനും
ഇത്തരത്തിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.